ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ദർശന. അപ്പോൾ അതാ രാവിലെ സ്കൂളിൽ പോകുന്ന തിരക്കാണ് കേട്ടോ. മക്കൾ സ്കൂളിൽ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഏട്ടനും അനിയത്തിയും കൂടിയിട്ട് മഴയത്ത് എന്തൊക്കെയോ കുട പിടിച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കണമെന്ന് കണ്ടപ്പോൾ കുറച്ചും കൂടിയും കാണിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊന്ന് പുറത്ത് പോകാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലത്തെ മഴ കണ്ടപ്പോൾ പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ചു. പിന്നെ പോയി കേട്ടോ. വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ഭയങ്കര ഒരു മെൻ്റലി ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നാം. അപ്പോൾ ഞാനും ആൻറ്റിയും കൂടി ഇങ്ങനെ പുറത്തേക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്തു. കുറച്ചൊന്ന് രണ്ട് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഞാൻ വണ്ടി അച്ഛൻ മേലെ കൊടുന്ന് വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് മേലേക്ക് കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ ആൻറ്റിയും അച്ഛനും കൂടി ആദ്യം കയറിപ്പോന്നു. ഞാനപ്പോൾ പിന്നിൽ നടന്നിട്ട് വരികയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ എനിക്ക് ത്രെഡ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പടിഞ്ഞാറങ്ങാടിയുള്ള ഹിൻലിയ ബ്യൂട്ടി പാർലറിൽ കേട്ടോ ഞാൻ പോവുക. എനിക്ക് ഫേവറേറ്റ് ആണ് അവർ. എനിക്ക് അവർ ത്രെഡ് ചെയ്താൽ മാത്രമേ ഇഷ്ടമാവുള്ളൂ. അപ്പോൾ അവിടെ പോയിട്ട് അവിടെ കുറേ നേരം ഞാൻ എൻ്റെ വെയിറ്റ് ചെയ്തിട്ടൊക്കെ ഇനി ഇരുന്നു. അപ്പോൾ ചേച്ചി അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ വേറൊരു കുട്ടിയുണ്ട്. അവളാണ് എനിക്ക് ത്രെഡ് ചെയ്തതെന്ന്. അവിടുത്തെ ഓണർ അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ചേച്ചീനായിട്ട് നല്ല കമ്പനി, അവളേനായിട്ടും നല്ല കമ്പനി കേട്ടോ. അപ്പോൾ ആൻറ്റി ഇതുപോലെ ത്രെഡ് ചെയ്തു. അപ്പോൾ ഞാനിതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു സ്ഥലമുണ്ട് കേട്ടോ. ഇതുപോലെ നമുക്കവിടെ ജ്യൂസും അതുപോലെ കുറേ ഉപ്പിലിട്ട ഐറ്റംസ് കിട്ടും. പക്ഷേ എല്ലാവരും ഭയങ്കര ഹൈപ്പൊക്കെ പറയുന്നുണ്ട് ഞാൻ പോയത്. പക്ഷേ പോയിട്ട് എനിക്ക് അത്ര ഹൈപ്പൊന്നും തോന്നിയില്ല കേട്ടോ. പിന്നെ ഇത് ഞാവൽമ്പാഴാട്ടോ ഞാൻ തൊട്ട് കാണിക്കുന്നത്. അത് മാത്രമാണ് എനിക്ക് കഴിച്ചതിൽ അവിടെ നിന്ന് ഇഷ്ടമായത്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു നറുന്നുണ്ടി പാൽ സർവത്തോ അങ്ങനെ എന്തോ എന്ന് പറഞ്ഞു. പക്ഷെ അത് മധുരേ ഉണ്ടായിരുന്നില്ല, ഒരു രസം ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് ആൻറ്റി എന്തോ കാന്താരിയോ എന്തോ ഒന്ന് കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആരുട്ടന് സ്കൂളിൽ സ്പോർട്സിൻ്റെ എന്തോ ഇതുണ്ട്. നമ്മുടെ ഇപ്പോൾ വേൾഡ് കപ്പൊക്കെ നടക്കില്ലേ, അപ്പോൾ അതിൻ്റെ ഇതുണ്ട്. അപ്പോൾ അവൻ ജേഴ്സി വേണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു തലക്കശ്ശേരിയുള്ളൊരു ഷോപ്പിൽ കയറി. പിന്നെ അവിടെ നിന്ന് അത് മേടിച്ചു. പിന്നെ അത് കഴിഞ്ഞ് നേരെ മേമോടേക്ക് പോയിട്ടാണ്. ഇതിൻ്റെ മേമയുടെ വീടാണ്. മേമയുടെ വീട്ടിലേക്ക് പോകണത് എന്താ വെച്ചാൽ ഇങ്ങനെ അറങ്ങപ്പിറങ്ങ് സാധനങ്ങൾ തിന്നാനും കുറേ അവിടെ നിന്ന് പാത്രത്തിലാക്കി കൊണ്ടുവരാനും. ഈ പാത്രത്തിലാക്കി ചക്ക വറുത്ത മൊത്തം ഞാൻ കൊടുന്നിറക്കും കേട്ടോ വീട്ടിലേക്ക്. അത് കഴിഞ്ഞിട്ട് മേമയുടെ അടുത്ത് എന്തൊക്കെ എടുത്ത് പോരാൻ പറ്റുമോ അതൊക്കെ എടുത്ത് പോരും. മേമയുടെ പുതിയ ചുരിദാറുകൾ രണ്ട് മൂന്നാളിന് അടിക്കാത്തൊക്കെ കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ അതൊക്കെ വെച്ച് നോക്കണം എനിക്ക് ഭംഗിയുണ്ടോയെന്ന്. ഇതിനെക്കൊണ്ട് പറ്റുന്നിടത്തോളമൊക്കെ ഞാൻ അവിടെ എടുത്ത് പോന്നിട്ടുണ്ട് കേട്ടോ. പാല്, മോര്, പിന്നെന്താ